BJP എപ്പോഴും പുതുമകൾ തേടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, പുതുപരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന MLA-മാരിൽ 39 പേരെയാണ് ഇപ്പോൾ NDA സഖ്യം, അതായത് BJPയും അവരുടെ സഖ്യകക്ഷിയായ ഷിൻഡെയും അജിത് പവാറും ചേർന്ന് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യിച്ചിരിക്കുന്നത്. ഈ 39 പേരിൽ BJPക്ക് 19 പേരും ശിവസേനയ്ക്ക് 11 പേരും NCPക്ക് 9 മന്ത്രിമാരും ഉണ്ട്. ഇവർക്ക് നൽകിയിരിക്കുന്ന കാലാവധി കേവലം 2.5 വർഷമാണ്. അതായത് ഈ മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത് 2.5 വർഷത്തിനുള്ളിൽ പെർഫോമൻസ് ശരിയായില്ല എങ്കിൽ ഓരോ 3 മാസം കൂടുമ്പോഴും ഈ മന്ത്രിമാരെക്കുറിച്ചുള്ള ഓഡിറ്റിംഗ് നടത്തും. ആ ഓഡിറ്റിങ്ങിൽ പെർഫോമൻസ് ശരിയായില്ലെങ്കിൽ 2.5 വർഷത്തിനകം എപ്പോൾ വേണമെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാം. ഈ 2.5 വർഷവും നന്നായി പ്രവർത്തിക്കുന്ന മന്ത്രിമാർക്ക് വീണ്ടും ഒരു 2.5 വർഷം നൽകും. ഇല്ല എങ്കിൽ ഈ 2.5 വർഷത്തിനുള്ളിൽ പുതിയതായിട്ടുള്ള ആളുകൾ വരും. അതിനായിട്ട് 3 പേരും, അതായത് ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ, ഇവർ 3 പേരും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് എല്ലാവരും ജയിച്ചു വന്ന എല്ലാവരും മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ട് മന്ത്രിമാരിത് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. ഒരു മന്ത്രി പോയാൽ സ്വാഭാവികമായി കഴിവുള്ള അടുത്ത ആൾ മന്ത്രിയാകും. അതായത് ഓരോ 3 മാസവും ഈ മന്ത്രിമാരെ ഓഡിറ്റ് ചെയ്യും. അവരുടെ പെർഫോമൻസ് മോശമായ അടുത്ത ആൾ രംഗത്ത് വരികയും ചെയ്യും. അങ്ങനെ 2.5 വർഷം ആണ് എല്ലാ മന്ത്രിമാർക്കും നൽകിയിരിക്കുന്നത്. ഇത് മന്ത്രിമാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാരിൽ പക്കൽ നിന്നും അതിൽ നിന്നുള്ളൊരു ഉറപ്പ് ഈ മന്ത്രിസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് പലപ്പോഴും ഈ തുടർഭരണം ലഭിക്കാതെ പോകുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ മന്ത്രിമാരുടെ, ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ നല്ല പെർഫോമൻസ് ആണ് എങ്കിൽ പോലും മന്ത്രിമാരിൽ ചിലരുടെയൊക്കെ പെർഫോമൻസ് മോശമാകുന്നതാണ് ജനഹിതത്തിന് എതിരായി മാറുന്നതും ജനരോഷത്തിന് ഇടയാക്കുന്നു. അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ മൂവർ സംഘം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സന്ദേശം ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കും അജിത് പവാറിൻ്റെ NCPക്കും BJPക്കുമൊക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. 5 വർഷത്തേക്ക് മന്ത്രി എന്ന് ഉള്ളത് ഉഴപ്പാനുള്ളൊരു വഴിയായിട്ടാണ് പല സംസ്ഥാനത്തെ മന്ത്രിമാർ കാണുന്നത്. ഇതങ്ങനെയല്ല. 2.5 വർഷത്തിനുള്ളിൽ പെർഫോമൻസ് മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഈ 2.5 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാം. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം സ്വപ്നം കാണാത്ത ഒരു നേതാവ് മന്ത്രിയായി മാറുവാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്.